നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ വർധനവിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് നോക്കാൻ പോകുന്നത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പെൻഷന് കാത്തിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പെൻഷൻ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ് മതരാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നതല്ല എന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. നമുക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മിക്സായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ യൂട്യൂബ് ചാനലുകളുമുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, PN കിസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ സർക്കാർ നിങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല, ഞങ്ങൾ ആ സമയത്ത് അപേക്ഷ നൽകിയിട്ടില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളും അറിയിപ്പുകളും ഏത് നിമിഷവുമാണെങ്കിലും പുതിയ അറിയിപ്പുകൾ വരാം, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, ഇപ്പോൾ 3 വർഷത്തോളമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 1600 രൂപയാണ്. അത് തന്നെ പല രൂപത്തിലാണ് നമുക്ക് ലഭിക്കാറ്. 1300 ലഭിച്ച ശേഷം 300 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വീതം ലഭിക്കുന്ന ആളുകളുണ്ട്. ഒറ്റയടിക്ക് തന്നെ 1600 രൂപ ലഭിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് 1300 മാത്രം ലഭിച്ച് കേന്ദ്രവിധം ലഭിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില മാസങ്ങളിൽ കേന്ദ്രവിധം ലഭിക്കുന്നുണ്ട്, ചില മാസങ്ങളിൽ 1300 മാത്രം ലഭിക്കുന്ന ആളുകളുണ്ട്. എന്നിങ്ങനെ പല രൂപത്തിലായിരുന്നു പെൻഷൻ ലഭിക്കുന്നത്. ഇനി അങ്ങോട്ട് അടുത്ത മാസം മുതൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പായി തന്നെ 2000 രൂപയായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക. അതിൽ തന്നെ ഈ 400 രൂപ കേന്ദ്രവിഹിതമായിരിക്കും. അപ്പോൾ 1600, 800 രൂപയും ഒരു പ്രാവശ്യമായി ലഭിക്കുകയും ബാക്കി 300, 400 മറ്റൊരു പ്രാവശ്യമായിരിക്കും ലഭിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ആധാർ കാർഡിൽ വരുന്ന പ്രശ്നങ്ങൾ, ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പേരിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് നമുക്ക് കേന്ദ്രത്തിലുള്ള വിഹിതം പല സമയത്തും നമുക്ക് വൈകാറ്. നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ ആധാർ കാർഡ് റെഡിയാക്കുക, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ പേരുകൾ റെഡിയാക്കുക, ബാങ്ക് അക്കൗണ്ടിൽ KYC പൂർത്തിയാക്കുക എന്നിങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രവിഹിതവും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഈ പരാതി പറയാറില്ല. നിങ്ങൾക്ക് എത്രയാണ് പെൻഷൻ ലഭിക്കാറ്? 1600 രൂപയാണോ അതോ 1300 രൂപയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. ആ ഒരു മാസത്തെ കുടിശ്ശികയും ഒക്ടോബർ മാസത്തിലെ പെൻഷനായ 1600 രൂപയും കൂടി നമുക്ക് 3200 രൂപ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം നമുക്ക് ലഭിക്കും. അതിനുശേഷമായിരിക്കും ആ പെൻഷൻ പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ പെൻഷൻ വർധനവിനെ കുറിച്ച് അറിയിക്കുക. 400 രൂപ കൂട്ടി 2000 രൂപയായിരിക്കും പെൻഷൻ നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അന്ന് തന്നെ മറ്റു പല കാര്യങ്ങളിലും നമുക്ക് അറിയിപ്പുകളുണ്ടായിരിക്കും. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷന് മുന്നോടിയായി തന്നെ പെൻഷൻ പണം കൂട്ടുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതെല്ലാം ചെയ്തതിനു ശേഷമായിരിക്കും സർക്കാർ ഇലക്ഷനെ നേരിടുക. അതിനപ്പുറം 2 മാസങ്ങൾക്ക് അപ്പുറം നിയമസഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ സർക്കാർ ചെലുത്തുന്നതാണ്. നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് കിറ്റുകൾ ലഭിച്ചിരുന്നു. അതായിരുന്നു പിന്നീട് അങ്ങോട്ട് 2ാം സർക്കാരിന് അവസരം വന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് കിറ്റുകൾ കാര്യമായിട്ട് ലഭിച്ചിരുന്നില്ല. മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രം ഓരോ ആഘോഷത്തിൽ നമുക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇലക്ഷന് മുമ്പായി തന്നെ നമുക്ക് കിറ്റുകൾ ലഭിക്കുന്നതല്ല. അതിന് പുറമെയായിട്ടായിരിക്കും പെൻഷൻ പണം കൂട്ടുക, വീടിൻ്റെ പുതുക്കിയ നിരക്ക് കുറച്ച് കുറക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും അറിയിപ്പുകളുണ്ടായിരിക്കും. ഇതുപോലത്തെ അറിയിപ്പുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും